ഫൈനലി അങ്ങനെ നമ്മുടെ SSLC റിസൾട്ട് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും നമ്മുടെ റിസൾട്ടൊക്കെ വന്ന് നമ്മുടെ കൺഗ്രാറ്റുലേഷനൊക്കെ പറഞ്ഞ് നമ്മുടെ ഫോട്ടോ ഉള്ളൊരു പോസ്റ്റർ അല്ലേ. അപ്പോൾ അതേപോലത്തെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും മിസ് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ നെയിം അടിക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് ഫുൾ A+ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോ കൂടെ വെച്ച് നിങ്ങൾക്ക് ആ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ താഴത്താക്കണോ മുകളിലാക്കണോ അങ്ങോട്ടാക്കണോ ഇങ്ങോട്ടാക്കണോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് വാട്സാപ്പിൽ സ്റ്റേറ്റസ് ആക്കി വെക്കാനും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ അയക്കാനും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയൊക്കെ ആക്കാനൊക്കെ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനെ കൂടെ നമ്മളെ കൂടെ ഒന്ന് ടാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് റീമെൻഷൻ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ എൻ്റെ കുട്ടിയൊക്കെ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, എത്ര ആയിക്കോട്ടെ, ഫുൾ A+ ആയിക്കോട്ടെ, 9A+ ആയിക്കോട്ടെ, 8A+, 2A+, 3A+, ഒന്നും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ റിസൾട്ട് എന്തായാലും നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യും. നിങ്ങളെല്ലാവരും വിന്നേഴ്സാണ്. ഓക്കെ, അപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ കുട്ടിക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.